ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ടുകളുമായി കുഫോസും മലിനീകരണ നിയന്ത്രണ ബോർഡും. രാസമാലിന്യമെന്ന കുഫോസ്, ജൈവമാലിന്യമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചാലക്കുടി കപ്പത്തോട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി വ്യാപക കൃഷിനാശം. കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് കുറ്റിക്കാട് പരിയാരം മേഖലയിൽ. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത് മാളയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ടുകളുമായി കുഫോസും മലിനീകരണ നിയന്ത്രണ ബോർഡും. പെരിയാറിൽ രാസമാലിന്യം അപകടകരമായ അളവിൽ ഉണ്ടായിരുന്നു എന്നാണ് കുഫോസിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ജൈവമാലിന്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണ്ടെത്തൽ. അമോണിയയും സൾഫൈഡും അപകടകരമായ രീതിയിൽ പെരിയാറിൽ കണ്ടെത്തിയതായി കുഫോസിന്റെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ട് കുഫോസ് ഫിഷറീസ് വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. വെള്ളത്തിൽ ഓക്സിജന്റെ ലെവൽ കുറവായിരുന്നുവെന്നും രാസവസ്തുക്കൾ എവിടെ നിന്നെത്തിയെന്ന് അറിയാൻ വിശദമായ രാസപരിശോധന ഫലം വരണമെന്നും പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കുഫോസ് ഗവേഷക സംഘം ചത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സർവകലാശാല VC-യാണ് ശാസ്ത്രീയ പഠനത്തിന് ഉത്തരവിട്ടത്. അതേസമയം ജൈവമാലിന്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ. വെള്ളത്തിന്റെ pH ലെവൽ ശരിയായ നിലയിലാണെന്നും റിപ്പോർട്ടിലുണ്ട്. പതാളം റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്നത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ജലസേചന വകുപ്പിന് ജൈവമാലിന്യത്തെക്കുറിച്ച് നേരത്തെ ഇത്തരം നിർദ്ദേശം നൽകിയിരുന്നെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു. അതേസമയം സംഭവത്തിൽ വ്യവസായ മന്ത്രി P. രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അലയൻസ് ഇൻഡസ്ട്രീസിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടി കപ്പത്തോട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി വ്യാപക കൃഷിനാശം. കുറ്റിക്കാട് പരിയാരം മേഖലയിലാണ് വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. 50 ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കിയ 40-ൽ പരം കർഷകർക്ക് കനത്ത നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി കൃഷിയിടത്ത് വെള്ളം കയറിക്കിടക്കുകയാണ്. വാഴ, കപ്പ, പച്ചക്കറി കൃഷികളാണ് നശിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത്. ലോൺ എടുത്തും പലിശക്കെടുത്തും കൃഷിയിറക്കിയ കർഷകർ കടക്കെണിയിലായി. 50 ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കിയ 40-ൽ പരം കർഷകർക്ക് കനത്ത നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. പരിയാരം കൊമ്പൻപാറ തടയണയിലെ ഷട്ടർ മാറ്റാതിരുന്നതാണ് വെള്ളം കയറാൻ കാരണമായത്. മഴ പെയ്ത് പുഴയിൽ ജലവിധാനം ഉയർന്നിട്ടും തടയണയിലെ ഷട്ടറുകൾ നീക്കം ചെയ്തില്ല. ഇതോടെ കപ്പത്തോടിൽ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് ഒഴുകാതെ പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് ഒഴുകി. കപ്പത്തോടിന്റെ കൈവഴിയായ കോടശ്ശേരി പഞ്ചായത്തിലെ പോത്തോടി തോടിൽ വെള്ളം ഉയർന്നതോടെ ചേരിയക്കടവ് കമ്പോളിപ്പാടം പ്രദേശത്ത് വെള്ളം ഒഴുകിയെത്തി. കപ്പത്തോടിൽ വെള്ളം ഉയർന്നതോടെ കപ്പത്തോടിന്റെ കൈവഴികളായ മുഴുവൻ തോടുകളിൽ നിന്നുമുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കയറി. നെല്ലിക്കൻ നാരായണൻ, ഷീബ പ്രസന്നൻ, ജിൻഡോ കിഴക്കുടൻ, ഉദിനിപ്പറമ്പൻ ദേവസ്യകുട്ടി എന്നിവരുടെ 500-ൽ പരം വാഴകൾ നശിച്ചു. അടുത്ത മാസം വിളവെടുപ്പിന് പാകമായ കുലച്ച വാഴകളാണ് നശിച്ചത്. കുറ്റിക്കാട് പോളിഗോപുരന്റെ 1000 വാഴകളും നശിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാതയിൽ ചാലക്കുടി മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC വോൾവോ ബസിൻ്റെ എഞ്ചിന് തീപിടിച്ചു. ആളപായമില്ല. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. മുരിങ്ങൂർ കോട്ടമുറിയിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ഗരുഡ ബസിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്നാണ് തീപിടിച്ചത്. ഇരുചക്ര വാഹന യാത്രക്കാരനാണ് ബസിൻ്റെ പുറകിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ഉടനെ ബസ് ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരിറക്കിയതിനാൽ വൻ ദുരന്തമൊഴിവായി. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി തീയണച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ TS അജയൻ, PS സന്തോഷ് കുമാർ, PM മനു,
കെ അരുൺ എന്നിവർ തീയണച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. മാളയിലെ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് അപകടങ്ങൾ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ ദേശീയപാത കൊരട്ടി ചിറങ്ങര സിഗ്നലിനടുത്ത വളവിൽ വെച്ചായിരുന്നു അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ദേശീയപാതയ്ക്ക് നടുവിലെ കോൺക്രീറ്റ് കാനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മാള കുണ്ടായിൽ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി അങ്കമാലി ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചിറങ്ങര സിഗ്നലിനടുത്ത വളവ് നിരന്തര അപകട മേഖലയെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ ഇവിടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കും. ഇതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ നിന്നും തെന്നിപ്പോവുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. കഴിഞ്ഞ മഴക്കാലം മാത്രം ഇതേ സ്ഥലത്ത് 15ഓളം അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പഠിക്കാനായി ചാലക്കുടിയിൽ നിന്നും അരൂർ വരെ യാത്ര നടത്തിയിരുന്നു. ഇതിനിടെ ഈ അപകട മേഖലയിൽ എത്തുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇവിടുത്തുകാർ കുറ്റപ്പെടുത്തുന്നു. മീഡിയ ടൈം, കൊരട്ടി. അന്നമനട മേലടൂരിൽ പശു ഫാമിന് മുകളിലേക്ക് മരം വീണ് 14 പശുക്കൾക്ക് പരിക്ക്. മേലടൂർ തോംസൺ ഡയറി ഫാമിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് മരം പതിച്ചത്. 21 പശുക്കളാണ് ഫാമിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം ഒടിഞ്ഞു വീണ് ഫാമിൻ്റെ മേൽക്കൂര നിലം പൊത്തിയത്. ഏകദേശം 10 മണിയോടെയായിരുന്നു സംഭവം. മേലടൂർ തോംസൺ ഡയറി ഫാമിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. പശുക്കളുടെ മുകളിൽ മേൽക്കൂര വീണതിനാൽ 14 പശുക്കൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. പശുക്കളുടെ കരച്ചിൽ കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് അടുത്തു നിന്നിരുന്ന മരം ഫാമിന് മുകളിലേക്ക് വീണ് ഫാം തകർന്നു വീണതായി കണ്ടത്. ഉടനെ പശുക്കളെ മറ്റൊരു ഫാമിലേക്ക് മാറ്റി. ഏകദേശം 4 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ഫാം ഉടമ മാണിക്കത്ത് പറമ്പിൽ തോംസൺ പറയുന്നു. ഇന്നലെ 9:30-10 മണിയുടെ കാറ്റത്ത് ഒരു കശുമാവ് മറിഞ്ഞ് കരശുമ്മലിക്കും വന്ന് തൊഴുത്തുമ്മ വീണ് 12 പശുക്കൾക്ക് മൊത്തം 21 പശുണ്ട്. അതിൽ ഈ സൈഡിൽ നിന്ന 12 പശുക്കൾക്ക് കാര്യമായ ഗഡുവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവറ്റങ്ങളെ രാത്രി തന്നെ ഈ മഴക്കാലമായ കാരണം വേറൊരു ഒഴിഞ്ഞ ഫാമിലേക്ക് രാത്രി മാറ്റി. ഒരു 4 ലക്ഷം രൂപയുടെ മിനിമം നാശനഷ്ടമുണ്ട്. മീഡിയ ടൈം, മാള. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ കരട് ജൂൺ 6-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. വരുന്ന ജൂലൈ 1-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞു. 2024 ജനുവരി 1 യോഗ്യതാ തീയതിക്കായി നിശ്ചയിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കുക. ഇതിനു മുൻപ് 2023 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ നടന്നത്. ഇനി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരമായിരിക്കും നടക്കുക. വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട രാഷ്ട്രീയ കക്ഷികളുടെ യോഗം, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള പരിശീലനം തുടങ്ങിയവ സംബന്ധിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മീഡിയ ടൈം, കൊച്ചി. ഇനി നാട്ടിൽ നടന്നു. കൊടകര മരത്തോമ്പിള്ളിയിൽ വീടിൻ്റെ സീലിംഗ് അടർന്നു വീണ് അപകടം. മരത്തോമ്പിള്ളി ശാന്താവേലായുധൻ്റെ വീടിൻ്റെ സീലിംഗാണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ അടർന്നു വീണത്. ഈ സമയം സമീപത്ത് ആരും തന്നെ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പുലി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ദേശീയപാത കല്ലായിൽ കാറിൽ കടത്തിയ 88 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടനാട് വടക്കേക്കര കോട്ടാവയൽ വീട്ടിൽ 29 വയസ്സുള്ള അജി, പാലക്കാട് ചുള്ളിമട വീട്ടിൽ 22 വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറീസയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കാണ് കഞ്ചാവ് കൊണ്ടുപോയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി.
മതിലകത്ത് ഡോൾഫിൻ്റെ ജഡം കരക്കടിഞ്ഞു. കൂളിമുട്ടം പൊക്കളായി ബീച്ചിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ജഡം കരക്കടിഞ്ഞത്. 5 അടിയോളം വലിപ്പമുള്ള ഡോൾഫിൻ്റെ ജഡമാണ് കരക്കടിഞ്ഞത്. ബോട്ടിൻ്റെയോ മറ്റോ യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ് ചത്ത് കരക്കടിഞ്ഞതാണെന്നാണ് സംശയം. വാർഡ് മെമ്പർ EK ബിജുവിൻ്റെ നേതൃത്വത്തിൽ ജഡം സംസ്കരിച്ചു. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരത്ത് കനത്ത കാറ്റിലും മഴയിലും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഫാം നശിച്ചു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷിൻ്റെ ഉടമസ്ഥതയിൽ വയലാറിൽ പുഴയോരത്ത് പ്രവർത്തിക്കുന്ന ഫാമാണ് നശിച്ചത്. ഫാമിലെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ തകർന്ന നിലയിലാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഫാം ഉടമ പറഞ്ഞു. അതിരപ്പള്ളിയിൽ ചാലക്കുടി പുഴയോരത്ത് മുതലയെ കണ്ടെത്തി. അതിരപ്പള്ളി എസ്റ്റേറ്റ് 1-ാം ബ്ലോക്കിൽ പള്ളിയുടെ താഴ്ഭാഗത്ത് പുഴയോരത്താണ് വലിയ മുതലയെ കണ്ടത്. പുഴയ്ക്ക് സമീപം പാറയിൽ കിടക്കുന്ന മുതലയെ വൈൽഡ് ഫോട്ടോഗ്രാഫർ രാജേന്ദ്രൻ വെറ്റിലപ്പാറയാണ് ക്യാമറയിൽ പകർത്തിയത്. പുഴയിൽ വ്യാപകമായി മുതലകളുടെ സാന്നിധ്യമുണ്ട്. ഒരാഴ്ച മുമ്പ് വെറ്റിലപ്പാറ ഭാഗത്തെ തോട്ടിൽ ചീങ്കണ്ണി കുഞ്ഞുങ്ങളെയും കണ്ടിരുന്നു. ഇവയുടെ സാന്നിധ്യം പുഴയിലേക്ക് ഇറക്കുന്ന സഞ്ചാരികൾക്ക് ഭീഷണിയാണ്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. യജ്ഞത്തിൻ്റെ 5-ാം ദിവസം സ്വയംവര ഘോഷയാത്രയോടെ രുക്മിണി സ്വയംവരം, കാർത്യായനി പൂജ, രാസലീല, തിരുവാതിരക്കളി എന്നിവ നടന്നു. കാവനാടുമന രാമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ആനാപ്പുഴ കല്യാണ ദായിനി സഭയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ കവിതിലകൻ പണ്ഡിറ്റ് KP കറുപ്പൻ 140-ാം ജന്മദിനാഘോഷ സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക പ്രഭാഷണം നടത്തി. കല്യാണദായിനി സഭാ പ്രസിഡന്റ് NK തങ്കരാജ് അധ്യക്ഷനായിരുന്നു. ജാതിക്കുമ്മി അവാർഡ് A അനഘയ്ക്ക് സമ്മാനിച്ചു. അവാർഡ് കൃതി VK സുബൈദ പരിചയപ്പെടുത്തി. വെൽഫെയർ പാർട്ടി മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാറും SSLC+2 വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന യോഗം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. വ്യൂമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. NA ഹസൻ, സഹിദ മുഹമ്മദ് അലി, അബ്ദുൽ ഖാദർ, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പ്രദേശത്ത് SSLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ 75ഓളം വിദ്യാർത്ഥികളെ ആദരിച്ചു. ബെന്നി ബെഹനാൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AR രാമദാസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ബക്കർ മേത്തല മുഖ്യപ്രഭാഷണം നടത്തി. TM നിസാർ, ES സാബു, KN സജീവൻ, KI നജാഹ്, A ചന്ദ്രൻ, മുസമ്മിൽ, കാശി വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ടുകളുമായി കുഫോസും മലിനീകരണ നിയന്ത്രണ ബോർഡും. രാസമാലിന്യമെന്ന കുഫോസ്, ജൈവമാലിന്യമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചാലക്കുടി കപ്പത്തോട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി വ്യാപക കൃഷിനാശം. കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് കുറ്റിക്കാട് പരിയാരം മേഖലയിൽ. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ടത് മാളയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.